بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മര്യാദകളിൽ, അതിൻ്റെ നിയമങ്ങളിൽ സുപ്രധാനമായ ഒരു ഭാഗമാണ് ദീർഘത്തിൻ്റെ നിയമങ്ങൾ എന്നത്. ദീർഘവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, അതിൻ്റെ ഇനങ്ങൾ. അവസാനമായി മദ്ദുല്ലീനിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മദ്ദുല്ലീൻ. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അഖ്താഉൻ തഖഉ ഇൻദ നുത്ഖി അഹ്റുഫിൽ മദ്. ദീർഘാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സംഭവിക്കുന്നതായ ചില അബദ്ധങ്ങൾ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്, പഠിക്കണം. പല ആളുകളും പാരായണം ചെയ്യുമ്പോൾ വരുത്തുന്നതായ അബദ്ധങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, തത്വീലു സമനിൽ മദ്ദി ത്വബീഇ സിയാദതൻ അൻ ഹദ്ദിഹി വഖാസ്സതൻ ഇൻദ ഇൻഹാഇ തിലാവ. ത്വബീഇയായ സാമാന്യ ദീർഘം, രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിക്കേണ്ടതായ ത്വബീഇയായ ദീർഘത്തിൻ്റെ ആ സമൻ, അതിൻ്റെ കാലം, പരിധി എന്ന് പറഞ്ഞാൽ രണ്ട് ഹറക്കത്തിൻ്റെ അളവാണ്, രണ്ട് മാത്രയാണ്. അത് എന്ത് ചെയ്യുക? കൂടുതൽ ദീർഘിപ്പിക്കുക. പ്രത്യേകിച്ചും പാരായണം അവസാനിപ്പിക്കുന്നിടത്ത്. ഉദാഹരണം, സുഹുഫി ഇബ്രാഹീമ വ മൂസ. ഇവിടെ എന്ത് ചെയ്യും? സുഹുഫി ഇബ്രാഹീമ വ മൂസ എന്നൊക്കെ ഇങ്ങനെ നീട്ടും. വ മൂസ എന്ന് കൂടുതൽ ദീർഘം നൽകുക. ഇതെന്താണ്? ഇതൊരു അബദ്ധമാണ്, തെറ്റാണ്, ശരിയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമസ്കാരത്തിലാണ് ഇത് സംഭവിക്കാറുള്ളത്. അപ്പോൾ അത് സൂക്ഷിക്കേണ്ടതായ, ഒഴിവാക്കേണ്ടതായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിയായ രൂപം സുഹുഫി ഇബ്രാഹീമ വ മൂസ, അത്ര മതി, അതിലധികം നീട്ടരുത്. രണ്ടാമത്തേത്, തഖ്സീറു സമനിൽ മദ്ദി ത്വബീഇ حتى يتحول المد إلى حركة من الحركات الثلاث. നേരെ വിപരീതം. തബീഇയായ ദീർഘം, രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതായ സാമാന്യ ദീർഘത്തെ എന്താക്കുക? അതിൻ്റെ ദീർഘം കുറച്ചുകൊണ്ട് ഇല ഹറക്കത്തി മിനൽ ഹറക്കത്ത് സലാത്ത്, ഏതെങ്കിലും ഒരു ഹറക്കത്തിൻ്റെ അളവ്, ഒറ്റ ഹറക്കത്തിൻ്റെ അളവ് മാത്രം കൊടുക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക. ഉദാഹരണമായിട്ട്, ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ. എവിടെയാണ്? സൂറത്തുൽ അഅറാഫിൽ. ആദമും ഹവ്വാവും അലൈഹിമുസ്സലാം പറഞ്ഞ വാക്ക് അള്ളാഹു എടുത്ത് പറയുകയാണ്. അവർ പ്രാർത്ഥനാ വചനങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്തു എന്ന് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞല്ലോ. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്ത്. ആ കലിമാത്ത് ഏതാണ്? അത് സൂറത്തുൽ അഅറാഫിലെ 23 അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ കലിമത്തുകളാണ്. എന്ത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥന. അത് ഖാല റബ്ബന, അവർ രണ്ടുപേരും പറഞ്ഞു എന്നാണ്. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു.
റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ എന്ന ആ പ്രാർത്ഥന അവർ രണ്ടുപേരും പറഞ്ഞു. അവിടെ ഖാല റബ്ബന എന്ന് പറയുക അത് തെറ്റാണ്. അലിഫ് ഒഴിവാക്കിക്കൊണ്ട് ദ്വിവചനത്തെ സൂചിപ്പിക്കുന്ന, മുസന്നയെ സൂചിപ്പിക്കുന്ന അലിഫിനെ ഒഴിവാക്കിക്കൊണ്ട്, തസ്നിയയുടെ അലിഫിനെ ഒഴിവാക്കിക്കൊണ്ട് ഏകവചനമാക്കി ഖാല റബ്ബന എന്ന് മാത്രം പറയുക, ഇത് തെറ്റാണ്. മറ്റൊന്ന് ലമർദൂദൂൻ, ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ ലമർദൂദൂൻ എന്നതിലെ വാവ് ഒഴിവാക്കി ലമർദുദൂൻ എന്ന് പറയും. വതൂരി സീനീൻ, അത് വതൂരി സീനീൻ എന്ന് ഓതുക. ഇതൊക്കെ സാധാരണയായി പലർക്കും വരുന്ന അബദ്ധമാണ്. വതൂരി സീനീൻ എന്ന് ധാരാളം പലരും നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഓതുന്നത് കേൾക്കാറുണ്ട്. ശരിയല്ല. വതൂരി സീനീൻ ഉദാഹരണങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് മാത്രവുമല്ല, പല മദ്ദുകളും ഒഴിവാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ഹൗദമീറിൻ്റെ സിലയുടെ മദ്ദൊക്കെ ഒഴിവാക്കി, മദ്ദുസില സുഹറ ഒഴിവാക്കി വെറും ഹ മാത്രം ഉച്ചരിച്ചു പോകുന്ന മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ ലം യസീദുഹു മാലുഹു വവലദുഹു എന്നൊക്കെ പറഞ്ഞ് ഓതുക. മാലുഹു വവലദുഹു എന്നൊക്കെ ഓതുക. അവിടെ ദീർഘം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ല, തെറ്റാണ്. അപ്പം അങ്ങനെ തബീഇയായ ദീർഘം ഒഴിവാക്കിക്കൊണ്ട് ഹറക്കത്ത് മാത്രം നൽകി ഓതുക. മൂന്നാമതായി തത്വീലു മഖാദീരിൽ മുദൂദ്, ദീർഘത്തിൻ്റെ മിഖ്ദാറുകൾ, തോതിനെ കൂടുതൽ ആക്കിക്കൊണ്ട് നീട്ടുക. കൽ മുത്തസിൽ വൽ ലാസിം വൽ ആരിദ്, മുത്തസിൽ പോലെ. മുത്തസിലിൻ്റെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം എന്ന് പറഞ്ഞത് കൂടുതൽ അങ്ങോട്ട് നീട്ടുക. അതുപോലെ ലാസിമും അതുപോലെ ആരിദും. അൻ ഹദ്ദിഹൽ മുഖറർ ഇലൽ ഇഫ്രാത്ത്, ഒരു അമിതമായ അവസ്ഥയിലേക്ക്, അതിന് നിർണയിക്കപ്പെടുന്ന പരിധിയിൽ നിന്നും പുറത്ത് കൂടുതലാക്കി നീട്ടിക്കൊണ്ട്. വഖദ് അക്സറൽ അഇമ്മതു മിനൻ നഹി അൻ ദാലിക്, പണ്ഡിതന്മാർ വളരെ കൂടുതലായി അതിനെ വിരോധിച്ചുകൊണ്ട് സംസാരിച്ചതായി കാണുവാൻ കഴിയും. ഇമാമിങ്ങൾ ഏതുപോലെ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നൊക്കെ ഇങ്ങനെ നീട്ടി ഓതും. അതുപോലെ വലദ്ദാല്ലീൻ എന്ന് കൂടുതൽ നീട്ടുക. മുത്തസിലും അപ്രകാരം തന്നെ. വസ്സമാഇ വത്താരിഖ് എന്നൊക്കെ ഇങ്ങനെ നീട്ടുക. ശരിയല്ല, അങ്ങനെ ദീർഘം നൽകുവാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തതായി 4ാമത്തെ അബദ്ധം ഖത്മു സൗതിഹ ബിഹംസത്തിൻ ഇൻദൽ വഖഫ്, ദീർഘാക്ഷരം അവസാനിപ്പിക്കുമ്പോൾ ഹംസയിൽ വഖഫ് ചെയ്യുന്നത് പോലെ നിർത്തുക. ഗഫൂറ എന്നത് ഇപ്രകാരം ഓതുക. ഗഫൂറ, പെട്ടെന്ന് ഒരു സുക്കൂനുള്ള ഹംസ ഉച്ചരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. തഅദീലു, അല്ലേ? അവിടെ തഅദീലു ലു എന്ന് പറയുക. നല്ല ഉദാഹരണമാണ് സൂറത്തുൻ നജ്മിൻ്റെ അവസാനത്തിൽ ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ എന്ന് പറയേണ്ടതിന് പകരം വഅ്ബുദൂ എന്ന് പറഞ്ഞ് ഹംസ ഉച്ചരിച്ചുകൊണ്ട് നിർത്തുക. നസ്ഖി, അവിടെ നസ്ഖി എന്ന് ഹംസ ഉച്ചരിക്കുക സുക്കൂനുള്ള. സൂറത്തുൽ ഫജ്റിൻ്റെ ഒക്കെ അവസാനത്തിൽ
വദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ ജന്നതി തീ എന്ന് പറഞ്ഞുകൊണ്ട് ഹംസ സാക്കിനായ ഹംസയെ ഉച്ചരിക്കുക. ഇതിനോട് അനുബന്ധമായി അറിയേണ്ട മറ്റൊന്നാണ്, ഒരുപക്ഷെ ഐമൻ സുവൈദ് അത് കൊടുക്കാതിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന അബദ്ധമായതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തിന് അത് പരിചയമില്ലാത്തതുകൊണ്ട്. എന്ന് വെച്ചാൽ മീമ് പറയുക. മീമ് ചിലർക്ക് അങ്ങനെ ഉണ്ട്, പെട്ടെന്ന് ശ്വാസം അവസാനിപ്പിക്കുകയും ചുണ്ടുകൾ പൂട്ടുകയും ചെയ്യുമ്പോൾ ഒരു മീം ഉച്ചരിക്കും. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഹുറൂഫു മദ്ദിൽ ലിൽ ഹവാഇ തൻതഹി എന്ന് പറയുകയുണ്ടായി. ദീർഘാക്ഷരങ്ങൾ ഹവായിലായിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു, അതുകൊണ്ട് ഹുറൂഫുൽ ഹവായിയ എന്നൊക്കെ അതിന് പേരുണ്ട്, സൂചിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അഅ്ലാം അഅ്ലാം എന്നിങ്ങനെ ചുണ്ട് അടയുമ്പോൾ ഒരു മീമ്, സുക്കൂനുള്ള മീമ് പുതിയതായിട്ട് ഉച്ചരിക്കുക. ഇങ്ങനെ മറ്റ് ദീർഘാക്ഷരങ്ങൾ. അപ്പം അത് തെറ്റാണ്, ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ഹംസ കൊണ്ട് അവസാനിപ്പിക്കുക, മീമ് കൊണ്ട് അവസാനിപ്പിക്കുക. ചിലർക്ക് ഹാ വരും. അഅ്ല പെട്ടെന്ന് ശ്വാസം അവസാനിപ്പിക്കുമ്പോൾ ഹാ നൽകിക്കൊണ്ട് ഉച്ചരിക്കുക. അഞ്ചാമത്തെ അബദ്ധം ഖൽതു സൗതിഹ ബിശൈഇൻ മിൻ സൗതിൽ ഗുന്ന. മണിക്കൽ ശബ്ദം കലർത്തിക്കൊണ്ട് ദീർഘാക്ഷരത്തിൻ്റെ ശബ്ദം ഉച്ചരിക്കുക. ദീർഘാക്ഷരത്തിൽ മണിക്കലും കൂടി ചേർക്കുക. ഗുന്നത്ത്. അർ-റഹ്മാൻ എന്ന് പറയേണ്ടത് അർ-റഹ്മാൻ, മൂക്ക് കൂട്ടിക്കൊണ്ട് തരിമൂക്കിൽ നിന്നുള്ള ശബ്ദം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നതിന് പകരം റബ്ബിൻ നാസ് എന്നിങ്ങനെ മൂക്കിൽ നിന്നുള്ള ശബ്ദം കൊടുത്ത് ഗുന്നത്ത് ചേർത്ത് പറയുക. അത് അധികവും വരാറുള്ളത് വാവും യാവും ഉച്ചരിക്കുന്നിടത്താണ്. തഅമലൂൻ എന്നത് തഅമലൂൻ എന്നിങ്ങനെ മണിക്കലോടുകൂടി നീട്ടുക. യൂഖിനൂൻ എന്നിങ്ങനെ മണിക്കുക. നസ്തഈൻ എന്ന് തെറ്റായി ഓതുക. അൽ ആലമീൻ എന്ന യായിൽ ഉന്നത്ത് കൊടുത്ത് തെറ്റായ രീതിയിൽ ഓതുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയും തെറ്റുകളാണ്, അബദ്ധങ്ങളാണ്, നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ബാറക്കല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.